പിതാവ് കെ കരുണാകരന്റെ മഹത്വങ്ങൾ പങ്കുവച്ചപ്പോഴാണ് നക്സൽ കഥകളും മുരളി അയവിറക്കിയത്. ഒടുവിൽ പാലക്കാട് ജില്ലയിലെ കോങ്ങാട് നാരായണൻകുട്ടി നായർ എന്നൊരു ജന്മിയെ അർദ്ധരാത്രി 12 മണിക്ക് തല വെട്ടുകയും വെട്ടിയെടുത്തതല്ല അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള കുളിക്കടവിന്റെ സ്റ്റെപ്പിൽ വെക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. 12 മണിക്കാണ് കൊലപാതകം നടന്നെന്ന് അറിയിക്കാൻ വേണ്ടി 12 മണിക്ക് ക്ലോക്ക് നിർത്തിവെച്ചിട്ടാണ് ആ തല വെട്ടിയത്. പിന്നീട് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ രാജകുടുംബത്തിലെ 4 പേരെ കലവെട്ടിക്കൊന്നിനെ കൊണ്ടത്. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരമായി മാധ്യമങ്ങൾ ഈ വാർത്തകൾ ഇങ്ങനെ വരിക, നക്സലൈറ്റുകൾ അഴിഞ്ഞാട്ടം. പക്ഷെ ആ നക്സലൈറ്റുകളെ കേരളത്തിൽ തുടച്ചു നീക്കിയത് ശ്രീ കെ കരുണാകരൻ കേരളത്തിൽ ആഭ്യന്തരമന്ത്രി. കേരള പോലീസ് ഉരുട്ടിക്കൊന്നെന്ന് പറയുന്ന രാജന്റെ പിതാവ് ഈശ്വര വാര്യർ നീതി തേടി മരണം വരെ അലഞ്ഞത് മുരളി മറന്നാലും ജനം മറക്കുമോ? ആ രാജൻ എന്നൊരു വിദ്യാർത്ഥിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് കെ കരുണാകരൻ നിയമസഭയിൽ പറഞ്ഞു. എന്നാൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ് ശരിയല്ല, അങ്ങനെ ഒരു വിദ്യാർത്ഥി കസ്റ്റഡിയിലുണ്ട് എന്നാണ് ഞങ്ങളുടെ ഈ കോടതിയിലെ വാദത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അയാളെ വേഗം കോടതിയിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം. ആ വിധിച്ച ജഡ്ജി പിന്നീട് LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളം ലോക്സഭയിൽ മത്സരിച്ചു, സുബ്രഹ്മണ്യം പോയി. ഏതായാലും താൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് നിയമസഭയിൽ വായിച്ചത് എന്ന് പറയാൻ കെ കരുണാകരൻ തയ്യാറായില്ല. അദ്ദേഹം ഉടനെ ഒരു പായ കടലാസിൽ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് എഴുതി. അതുകൊണ്ടാണ് പിന്നീട് പോലീസുകാർക്ക് എന്നും കെ കരുണാകരനോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായി. നക്സൽ വർഗീസ് വധക്കേസിൽ കോടതി ശിക്ഷിച്ച മുൻ പോലീസ് ഓഫീസർ ലക്ഷ്മണയ്ക്ക് മുരളി ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകും. ഇന്നിപ്പോ ഈ നക്സൽ ഈ മാവോയിസ്റ്റുകളൊക്കെ നേരിടാൻ ഇപ്പോഴത്തെ തണ്ടർ ബോൾട്ടിലെ പോലീസ് സേനാംഗങ്ങൾക്ക് അല്പം ഒരു ഭയമുള്ളത് അവരെ കുറ്റം കൊണ്ടല്ല. പണ്ട് ഈ വർഗീസ് പോലീസുമായിട്ടുള്ള ആക്രമണത്തിലാണ് മരണപ്പെട്ടത്. അന്നത്തെ ഏതൊരു പോലീസുകാരൻ പറഞ്ഞു അദ്ദേഹം വർഗീസ് മരണപ്പെട്ടതല്ല, വർഗീസിനെ മനഃപൂർവ്വം വെടിവെച്ചു കൊന്നതാണെന്ന് പറയും. അന്ന് നക്സലൈറ്റ് ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ നേതൃത്വം നൽകിയിരുന്ന ലക്ഷ്മണയെ അദ്ദേഹത്തിനെ കേസിൽ പ്രതിയാക്കി കുറച്ചു കാലം ജയിലിലടക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈ തണ്ടർ ബോൾട്ടുകാർക്കൊക്കെ കുറച്ച് ഭയം. കാരണം ഒരു നല്ല കാര്യം ചെയ്തതിന് ലക്ഷ്മണയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. സ്വന്തം പിതാവിന്റെ ഭാഗത്ത് പുത്രൻ നിൽക്കുകയെന്നത് ഒരു കുറ്റമല്ല. ജീവിച്ചിരിക്കുമ്പോൾ ഇടക്കാലത്തേക്കെങ്കിലും പിതാവിൻ്റെ ഒപ്പം നിൽക്കാഞ്ഞയാളാണല്ലോ മുരളീധരൻ. ആരും ചോദിക്കാനില്ലാത്ത നക്സലുകളുടെ കാര്യത്തിലെങ്കിലും മുരളി ഈ നിലപാടെടുക്കുന്നതിൽ തെറ്റു പറയാനാവില്ല. പ്രേക്ഷകർക്ക് ക്രിസ്മസ് ആശംസകൾ.